വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഒരു മുട്ട വെച്ചിട്ട് പാസ്ത ഉണ്ടാക്കിയാലോ. കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തയക്കുകയും ചെയ്യും. അതിനായി ഞാനിവിടെ ഒരു പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, മീഡിയം വലുപ്പത്തിലുള്ളൊരു സവോള, ഒരു മുട്ട, പിന്നെ ഒരു 3 പാക്കറ്റ് കെച്ചപ്പ് ഇതാണ് എടുത്തിരിക്കുന്നത്. മുട്ടയുടെ അളവ് നമുക്ക് ആവശ്യമുള്ളവർക്ക് കൂട്ടിയെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ ബട്ടറോ നെയ്യോ ഒലിവ് ഓയിലോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഒരെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അവയെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവയെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം നന്നായി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. എല്ലാം ഒന്ന് വഴണ്ടു വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ടയാണ് ആവശ്യം. മുട്ട സ്ക്രാബിൾ ചെയ്തത്. അതിനായി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് നമുക്ക് ഇവയെ തയ്യാറാക്കി എടുക്കാം. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇവയെ നന്നായി ഒന്ന് ഇളക്കി സ്ക്രാബിൾ ചെയ്ത് എടുക്കാം. ഇങ്ങനെ ചെയ്ത് തയ്യാറാക്കിയത് നമ്മൾ വഴറ്റി വച്ചിരിക്കുന്ന സബോളയുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇവയെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ കൂട്ടെല്ലാം ഒന്ന് മിക്സായി വരട്ടെ. ഇവയെല്ലാം നന്നായി വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അല്പം ജീരകപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇപ്പോൾ. അതിനുശേഷം നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. അതിനുശേഷം നമുക്കിതിലേക്ക് 3 കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കെച്ചപ്പിൻ്റെ അളവും കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം നമുക്ക്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 കെച്ചപ്പാണ് എടുത്തിരിക്കുന്നത്. ടൊമാറ്റോ സോസ് നമുക്കത് എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കാം. ഇപ്പോൾ ഇവിടെ കെച്ചപ്പും സോയാ സോസും സബോളയും മുട്ടയും മിശ്രിതം എല്ലാം കൂടി നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. നല്ലതുപോലെ യോജിച്ചിട്ടുണ്ട്. കെച്ചപ്പിന് പകരം നമുക്ക് തക്കാളി ഇടണമെങ്കിൽ തക്കാളി ആയാലും ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ പാസ്ത ഒരു 3 കപ്പ് 2.5 കപ്പ് 3 കപ്പോളം പാസ്ത വേവിച്ച് വെച്ചതുണ്ട്. ആ വേവിച്ച് വെച്ച പാസ്ത നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയെല്ലാം നന്നായി ഒന്ന് യോജിപ്പിക്കാം. നന്നായി ഇളക്കി കൊടുത്ത് എല്ലാ വശവും നന്നായി യോജിച്ചതിന് ശേഷം നമുക്ക് ഇവയെ സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ മുട്ട ഇട്ടിട്ടുള്ള പാസ്ത തയ്യാറായിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ടിഫിൻ ബോക്സിലേക്കോ ഒക്കെ തയ്യാറാക്കി കൊടുക്കാവുന്നത് ഒരു വിഭവമാണ്. ഞാനിപ്പോൾ ഇവിടെ മോന് ടിഫിൻ ബോക്സിലേക്കായി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. വേഗം തന്നെ തയ്യാറാക്കി എടുക്കാനും സാധിക്കും നമുക്ക്. ഇനി ഇതുപോലെ ചെയ്തു നോക്കുക. താങ്ക് യു.